നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. 12 വർഷങ്ങൾക്കു ശേഷം ഇടവം രാശിയിൽ വ്യാഴം വരുന്നു. ശുക്രൻ്റെ രാശിയായ ഇടവം രാശിയിലേക്ക് വ്യാഴം 2024 മെയ് 1 ഉച്ചയ്ക്ക് 2:04 PM സംക്രമിക്കപ്പെടുന്നു. ഓരോ രാശിയുടെയും 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിൽ വ്യാഴം നിന്നാൽ ശുഭകരമാകുന്നു. 4ലും 10ലും പൂർണ്ണമായി ശുഭകരമല്ല. സ്വന്തം രാശിയിലും 3, 6, 8, 12 എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിച്ചാൽ ഗുണാനുഭവങ്ങൾ കുറഞ്ഞു നിൽക്കും. സ്വന്തം ഗ്രഹനിലയിൽ വ്യാഴം സപ്പോർട്ടാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന ഗോചര ഫലങ്ങൾക്ക് പുറമെ ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് പരിഹാരം ചെയ്ത് കാര്യങ്ങൾ ശുഭകരമാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനായി എൻ്റെ വാട്സാപ്പ് നമ്പർ ലഭ്യമാണ്. അതിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. 2024 മെയ് 1 വ്യാഴം ഇടവം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ഏതെല്ലാം നക്ഷത്രക്കാർക്ക്, ഏതെല്ലാം രാശിക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വരാൻ പോകുന്ന വ്യാഴമാറ്റം കൊണ്ട് പൂർണ്ണ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് 5 രാശിക്കാർക്കാണ്. അതിൽ ഒന്നാമത്തെ രാശിയായ മേടം രാശിക്കാർക്ക് ലഭിക്കുന്ന ഗുണാനുഭവങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ 2024 മെയ് 1 ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന രണ്ടാമത്തെ രാശിയായ അല്ലെങ്കിൽ മറ്റൊരു രാശിയായ കർക്കിടകം രാശിയെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുന്നു. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദത്തിൻ്റെ 4ാം പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കർക്കിടകക്കൂറുകാർക്ക് ഇപ്പോൾ 10ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം 11ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു. 12 വർഷങ്ങൾക്ക് ശേഷം 11ാം ഭാവത്തിൽ വരുന്ന വ്യാഴം അത് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകാനിരിക്കുന്നത്. കർക്കിടകം രാശിയുടെ ഭാഗ്യാധിപനായ വ്യാഴമാണ് 11ലേക്ക് സംക്രമിക്കപ്പെടുന്നത്. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും. 2024 മെയ് 1 മുതൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും. ഭാഗ്യാധിപനായ വ്യാഴം 11ാം ഭാവത്തിലേക്ക് സർവാഭീഷ്ട സ്ഥാനത്തേക്കാണ് സംക്രമിക്കപ്പെടുന്നത്. അതും ഒരു ശുഭഗ്രഹമായ ശുക്രൻ്റെ രാശിയിലേക്ക്. 2023 വ്യാഴമാറ്റത്തിൽ വ്യാഴം 10ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്നതുകൊണ്ട് കർമ്മരംഗത്ത് പലവിധ ബുദ്ധിമുട്ടുകളെയും അഭിമുഖീകരിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഈ വ്യാഴമാറ്റം കൊണ്ട് മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതാണ്. കർമ്മരംഗത്ത് പദവി, ഉയർച്ച, വിദേശ ജോലിക്കായി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണവും ഉണ്ടാകും. കർമ്മരംഗത്ത് താൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വരവ് ഉണ്ടാകുന്നതാണ്. ധനലാഭം, സമ്പാദ്യങ്ങളെല്ലാം വർദ്ധിക്കുവാനും അങ്ങനെ കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാനും ആകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പരാജയങ്ങളെ തരണം ചെയ്ത് അഭിവൃദ്ധിയിലേക്ക് നയിക്കാനും ആകും. ബിസിനസ് രംഗത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ആകും. ഇപ്പോഴുള്ളവ വിപുലപ്പെടുത്തിയെടുക്കുവാനും പലവിധ നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനും സർക്കാർ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് അവ അപ്രതീക്ഷിതമായി തന്നെ ലഭിക്കുന്നതാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. താൻ ആഗ്രഹിച്ച മംഗല്യഭാഗ്യം വന്നു ചേരും. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന വർഷക്കാലമാണ്. മനസ്സിന് വളരെയധികം സന്തോഷം അനുഭവപ്പെടുന്നതാണ്. ശത്രുതകളെല്ലാം അകന്നു പോകാനും സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരുന്നതുമാണ്. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിനായാലും വിദ്യാഭ്യാസ കാര്യത്തിനായാലും എല്ലാ കാര്യത്തിലും ഇറങ്ങി പുറപ്പെട്ട് സന്തോഷത്തോടെ നടപ്പിലാക്കാനാകും. സ്വന്തമായി വസ്തു, വീട് വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും സാധിക്കുന്ന ഒരു വർഷക്കാലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ദമ്പതി സൗഖ്യം ഉണ്ടാകാം. ജീവിത പങ്കാളിക്ക് അപ്രതീക്ഷിതമായ നന്മകൾ ഉണ്ടാകുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ജീവിതം സുഗമമായി തന്നെ മുന്നോട്ടു പോകും. കേസുകളോ വഴക്കുകളോ കോടതി വ്യവഹാരങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം വിട്ടുമാറി തനിക്ക് അനുയോജ്യമായി തന്നെ ലഭിക്കുന്നതാണ്. അങ്ങനെ ജീവിതത്തിൽ താൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്ന ഒരു സുവർണ കാലഘട്ടമാണ് 2024 മെയ് 1 മുതൽ
2025 മെയ് മാസം 14 വരെ. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗദുരിതങ്ങളിൽ നിന്നെല്ലാം ഒരു മുക്തി ഉണ്ടാകുന്നതാണ്. ആശുപത്രിവാസങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് സുഖാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി കർക്കിടകം രാശിക്കാർക്ക് വ്യാഴം 11ലേക്ക് വരണമെങ്കിൽ 12 വർഷം കാത്തിരിക്കേണ്ടതുണ്ട്. അതിനാൽ ഇപ്പോൾ ലഭിക്കുന്ന ഭാഗ്യാനുഭവങ്ങളെ 2 കൈയും നീട്ടി സ്വീകരിക്കുക. എന്നിരുന്നാലും ചില ഗ്രഹങ്ങളുടെ ചാരഫലം കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതാണ്. അവ കൂടുതൽ വിശദമായി പ്രതിപാദിക്കുന്നത് മാസഫലങ്ങളിലാണ്. മാസഫലങ്ങളുടെ വീഡിയോകൾ കൃത്യമായി കണ്ടു മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. നിങ്ങളുടെ സ്വന്തം ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. 2023 വ്യാഴമാറ്റത്തിൽ വ്യാഴം സംക്രമിക്കപ്പെട്ടിരുന്നത് ഒരു പാപഗ്രഹമായ ചൊവ്വയുടെ രാശിയിലേക്കാണ്. അവിടെ വ്യാഴത്തിന് ശനിയുടെ ദൃഷ്ടിയും ഉണ്ട്. ഈ 2 കാരണങ്ങളാൽ ഈ വർഷം വ്യാഴമാറ്റത്തിൻ്റെ ഗുണാനുഭവങ്ങൾ പലർക്കും ലഭിച്ചിട്ടില്ല. എന്നാൽ 2024 മെയ് 1 വ്യാഴമാറ്റത്തിന് ശുഭഗ്രഹമായ ശുക്രന്റെ രാശിയായ ഇടവം രാശിയിലേക്കാണ് വ്യാഴം സംക്രമിക്കുന്നത്. അതിനാൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു തന്നെ നിൽക്കും. സാംസ്കാരിക രംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ തന്നെ കാണാനാകും. സിനിമ സീരിയൽ ലോകത്ത് പ്രകടമായ ആസ്വാദനങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും ഭാഗ്യസൂക്ത അർച്ചനയും നിത്യേന വിഷ്ണു സഹസ്രനാമം കൃത്യനിഷ്ഠയോടെ ജപിക്കേണ്ടതുമാണ്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഭദ്രയിങ്കൽ കടുംപായസവും സമർപ്പിക്കുക. ഇനി 2024 വ്യാഴമാറ്റം കൊണ്ട് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയുടെ വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.